BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണം. രണ്ട് മുന്നണികളുടെയും നേതാക്കന്മാർ നിരന്തരമായിട്ട് വിദേശ രാജ്യങ്ങളിൽ പോവുകയും അവരുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് അവരുടെ സഹായങ്ങൾ സ്വീകരിക്കുകയും പതിവായി സന്ദർശനം നടത്തുകയും ചെയ്യുന്നവരാണ് കേരളത്തിലെ രണ്ട് മുന്നണികളുടെയും നേതാക്കൾ. LDF-നും UDF-നും സ്ഥിരമായിട്ട് പ്രവാസ ലോകത്ത് പോയി വിദേശ രാജ്യങ്ങളിൽ പോയി അവരുടെ ആവശ്യങ്ങൾ നടപ്പാക്കുന്ന രീതിയുണ്ട്. പക്ഷെ ഇവരങ്ങോട്ട് എന്താണ് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്? സംസ്ഥാന മുഖ്യമന്ത്രി ഇന്നേ വരെ വിദേശത്തെ ഒരു ലേബർ ക്യാമ്പിലും സന്ദർശനം നടത്തിയിട്ടില്ല. എങ്ങനെയാണ് തൊഴിലാളികൾ ലേബർ ക്യാമ്പുകളിൽ കഴിയുന്നത്? അവർക്ക് എന്തെല്ലാം ആവശ്യങ്ങൾ കേരളത്തിലെ പ്രവാസി വകുപ്പ് ചെയ്തു കൊടുക്കുന്നുണ്ട്? ഗൾഫിലൊരു പ്രശ്നത്തിൽപ്പെട്ടാൽ ആരാണ് അവരെ സഹായിക്കുന്നത്? ഗൾഫ് രാജ്യങ്ങളിലെ നിയമ നടപടികളുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു സഹായവും നോർക്കയും അതുപോലെ കേരളത്തിലെ പ്രവാസി വിഭാഗവും ചെയ്തതായിട്ട് ആരും തന്നെ പറയുന്നില്ല. ഒരു സഹായവും കേരളത്തിൻ്റെ ഭാഗത്തുനിന്നില്ല. ലേബർ ക്യാമ്പുകളിൽ കഴിയുന്നവരെ ഒന്ന് കാണാൻ പോലും മുഖ്യമന്ത്രി ഇതുവരെ തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രി ഏത് വിദേശ രാജ്യത്ത് പോകുമ്പോഴും മടങ്ങി വരുന്നത് ഈ ഗൾഫ് രാജ്യങ്ങൾ വഴിയാണ്. അല്ലെങ്കിൽ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുമ്പോൾ പോലും മുഖ്യമന്ത്രി പോകുമ്പോഴോ വരുമ്പോഴോ കുറച്ച് ദിവസം ഗൾഫ് രാജ്യങ്ങളിൽ തങ്ങിയിട്ടാണ് പോകുന്നത്. പക്ഷെ ഇന്നേ വരെ പ്രവാസികളുടെ ഒരു പ്രശ്നത്തിലും ഇടപെട്ടതായിട്ട് കണ്ടിട്ടില്ല. പ്രവാസികൾ എന്തെങ്കിലും പുതിയ സംരംഭങ്ങൾ ഇവിടെ ആരംഭിച്ചതായിട്ടും കണ്ടിട്ടില്ല. ഈ ലോക കേരള സഭയ്ക്ക് യൂസഫ് അലി വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാനൊരു ഉദാഹരണം പറയാം. അവരൊക്കെ കേരളത്തിൽ വ്യവസായം തുടങ്ങുന്നുണ്ട്, ഞാനില്ലെന്നൊന്നും പറയുന്നില്ല. യൂസഫ് അലിയും രവിപിള്ളയും ധാരാളം വ്യവസായികൾ കേരളത്തിൽ വ്യവസായം തുടങ്ങുന്നുണ്ട്, പ്രവാസ ലോകത്തുള്ള വ്യവസായികൾ. അതൊന്നും ഈ ലോക കേരള സഭയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടൊന്നുമല്ല. അവർ ആദ്യകാലം മുതലേ തന്നെ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നുണ്ട്, മലയാളികളെ സഹായിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഇതൊന്നും അല്ലാതെ ഇപ്പോൾ നിലവിൽ പേരുള്ള കുറച്ച് വ്യവസായികൾ കേരളത്തിൽ എന്തെങ്കിലും ചെയ്യുന്നത് ഒഴിച്ചാൽ കഴിഞ്ഞ 4 വർഷമായി നടന്ന ലോക കേരള സഭയുടെ എന്താണ് അതിൻ്റെ ഒരു ഔട്ട്കമായിട്ട് വന്നിരിക്കുന്നത്? സർക്കാർ അത് വ്യക്തമായിട്ടും വെളിപ്പെടുത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. 3-4 കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു ലോക കേരള സഭ ഇത്രയും ഒരു ആവേശത്തിൽ സർക്കാർ നടത്തുന്നത്? നമുക്ക് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് മുതലുള്ള ചരിത്രം അറിയാം. ജിമ്മ് ഏറ്റവും വലിയൊരു, അന്നാണ് പ്രധാനമന്ത്രിയായിരുന്ന അതിൻ്റെ ഉദ്ഘാടനത്തിനാണ് ശ്രീ അടൽ ബിഹാരി വാജ്പേയി വരവേൽപ്പ് സിനിമയെക്കുറിച്ചെല്ലാം പറഞ്ഞത്. ആ കാലം മുതലുള്ള കേരളത്തിൻ്റെ അനുഭവം നോക്കിയാൽ ഓരോ കൊല്ലവും നിക്ഷേപം കുറഞ്ഞു വരികയാണ്. ഓരോ കൊല്ലവും സംരംഭകർ ഇവിടുന്ന് ഓടുകയാണ്. കേരള ഗവൺമെൻറ് വിദേശത്ത് നിന്ന് ജീവിക്കുന്ന മലയാളികളുടെ പ്രവാസി ഇന്ത്യക്കാരുടെ നിക്ഷേപം ആകർഷിക്കുന്നതിൽ, അവർക്ക് പ്രോത്സാഹനം നൽകുന്നതിൽ, ഇവിടെ ഏകജാലകം പോലുള്ള വലിയ പല കൺകെട്ട് വിദ്യകളും പറഞ്ഞവരാണ്. ഒരാൾക്ക് പോലും ഒന്നിനും കാത്തിരിക്കേണ്ടി വരില്ല. പക്ഷേ ഇവിടെ വ്യവസായം തുടങ്ങിയവരിൽ പലരും ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. 2-3 ആത്മഹത്യകൾ കേരളത്തിൽ വലിയ ചർച്ചയായിട്ടുള്ള ആത്മഹത്യകളാണ്. പ്രവാസി മലയാളികളുടെ വ്യവസായം തുടങ്ങിയിട്ട് സംരംഭം ആരംഭിച്ചതിന് ശേഷം സർക്കാരിൻ്റെയും പാർട്ടിയുടെയും പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് കേരളത്തിൽ വലിയ ശേഷിയുണ്ടായിരുന്ന ഒരു പ്രമുഖനായിട്ടുള്ള വ്യവസായി, ഇപ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തിലുണ്ട്. കേരളത്തിലെ എല്ലാ ബിസിനസ് സംരംഭങ്ങളും ആരംഭിച്ച അദ്ദേഹം ആന്ധ്രയിലേക്കും തെലങ്കാനയിലേക്കും പോയിരിക്കും. അപ്പോൾ എന്തിനാണ് ഈ ലോക കേരള സഭ എന്നുള്ള ചോദ്യം ഈ സന്ദർഭത്തിൽ വളരെ പ്രസക്തമാണ്. ഇപ്പോൾ സർക്കാരിൻ്റെ ഏത് നടപടികളെടുത്താലും കേരളം ഒരു സ്വതന്ത്ര രാജ്യമാണ് എന്ന് സ്ഥാപിക്കാനുള്ള നീക്കമാണ് പിണറായി വിജയൻ നടത്തുന്നത്. പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം എടുത്തു കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, കേരളം ഒരു സ്വതന്ത്ര രാജ്യമാണ്. അല്ലാതെ കുവൈത്തിൽ പോയിട്ട് എന്തെങ്കിലും സഹായം മലയാളികൾക്ക് ചെയ്യാൻ എന്നുള്ള ധാരണയിലല്ല ശ്രീമതി വീണ ജോർജിനെ കുവൈത്തിലേക്ക് അയക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചത്. കേരളം ഒരു സ്വതന്ത്ര രാജ്യമാണ്. വിദേശ രാജ്യങ്ങളുമായിട്ട് ഞങ്ങൾക്ക് നേരിട്ട് ബന്ധങ്ങളുണ്ട്. ഞാനിത് വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുന്നതല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ നയതന്ത്ര ബന്ധങ്ങളും ഇന്ത്യൻ യൂണിയൻ
അതിൻ്റെ വിദേശകാര്യ മന്ത്രാലയവും മുന്നോട്ട് വച്ചിട്ടുള്ള പല മാർഗനിർദ്ദേശങ്ങളും ലംഘിച്ചുകൊണ്ട് ഇതുപോലെ പല നടപടികൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇതാദ്യത്തെ സംഭവമല്ല. UAE കോൺസുലേറ്റുമായിട്ടും GCC രാജ്യങ്ങളിലെ മറ്റ് പല വിദേശ കോൺസുലേറ്റുമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയില്ലാതെ കേരള സർക്കാർ നേരിട്ട്, ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റും ചെയ്തിട്ടില്ല, നേരിട്ട് ബന്ധപ്പെട്ട ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. UAE കോൺസുലേറ്റിൽ നേരെ കുവൈറ്റ് ദുരന്തവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയർത്തുകയാണ് ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. കുവൈറ്റിൽ മന്ത്രി വീണ ജോർജ് കുവൈറ്റിൽ പോകാൻ ശ്രമിച്ചതിനെ തുടർന്ന് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. കേരളം ഒരു സ്വതന്ത്ര രാഷ്ട്രം പോലെയാണ് പലപ്പോഴും പെരുമാറിയിട്ടുള്ളത്. അതിപ്പോൾ മാത്രമല്ല, മുമ്പും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നയതന്ത്ര മര്യാദകൾ പാലിക്കാതെ കേരളം ഒറ്റയ്ക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്ന തരത്തിലുള്ള ആരോപണമാണ് ഇപ്പോൾ K. സുരേന്ദ്രൻ ഉയർത്തുന്നത്. മാത്രമല്ല, പലപ്പോഴും വിദേശയാത്രകൾ കഴിഞ്ഞ് ഗൾഫ് രാജ്യങ്ങൾ വഴി മടങ്ങിയെത്തുന്ന മുഖ്യമന്ത്രി ലേബർ ക്യാമ്പുകൾ സന്ദർശിക്കാൻ സമയം കണ്ടെത്തുന്നില്ല എന്നുള്ള ആരോപണവും അദ്ദേഹം അത് ഇന്നലെയും ഉയർത്തിയതാണ്. ഈ ആരോപണം അത് ഇന്നും ആവർത്തിച്ച് ഉന്നയിക്കുകയാണ് K. സുരേന്ദ്രൻ.